കുറേ കൂടി നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് ശബരിനാഥിനെ കയറ്റി വിടുകയും ചെയ്തത്. കയറ്റി വിട്ട് ഇവർ ഉള്ളിൽ നിന്നിട്ട് അച്ഛൻ്റെ പേരെന്താ അമ്മേൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും കൂടെ അത് വളരെ മോശപ്പെട്ട രീതിയിലാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അത് വളരെ മോശത്തിലാണ് കുട്ടികൾ ചോദിച്ചത്. അപ്പോൾ പിന്നെ അവിടുന്ന് നല്ല കത്രിക വെച്ചിട്ട് കുത്തുന്നതെന്ന് വെച്ചാൽ ഇത് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ കുട്ടി ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഈ കത്രിക കൊണ്ട് കുത്തി മറച്ചിട്ടിട്ട് അവൻ അതേ സ്പീഡിൽ തിരിച്ചു പോവുക ചെയ്തു. എന്തൊക്കെ പരിക്കാനുള്ള ഇപ്പോൾ വിരലും കുത്തലും പോക്കും ഒരുമിച്ചായിരുന്നു. അപ്പോൾ മോൻ എന്തൊക്കെ പരിക്കാനുള്ള ഇപ്പോൾ മുഖത്താണ് കത്രിക വെച്ച് മാന്തിയിട്ടുള്ളത്. അതിന് 7 സ്റ്റിച്ച് ഉണ്ട്, തലയ്ക്കുണ്ട്, ചെവിക്ക് കുത്തിയിട്ട് ചെവി കേൾക്കുമെന്ന് പോലും നമുക്കിനി അറിയില്ല. അതെന്താ അവസ്ഥ എന്നുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മേത്തൊക്കെ നിറച്ചും സ്ക്രാച്ചുകളാണുള്ളത്. നെഞ്ഞത്ത് കുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അവിടെയും മുറിവുണ്ട്. ബനിയനും ഷർട്ടും എല്ലാം വലിച്ച് കീറിയിട്ടുണ്ട്. ഇത് ഞാനൊരു അമ്മയാണ്, അതിൻ്റെ വേദന എല്ലാവരും മനസ്സിലാക്കുക. ഇങ്ങനൊരവസ്ഥ, മോശാവസ്ഥ ഇനിയുള്ള കുട്ടികൾക്ക് ആർക്കും വരാം. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരെന്താ പറഞ്ഞു? ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത്, ആദ്യം നമ്മൾ കാണിച്ചത് ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു പിന്നെ ശബരീനെ 8 മണിക്ക് ശേഷം വേറൊരു ഡോക്ടർ വരുന്നുണ്ട്, ആ ഡോക്ടറോട് റൂം തരാൻ വേണ്ടി പറഞ്ഞാൽ മതി, റൂം തരും, നിങ്ങൾ ഇന്നിവിടെ അഡ്മിറ്റ് ആക്കിയിട്ടാണ് പോയത്. പക്ഷേ രാത്രി 8 മണിക്ക് ശേഷം വന്ന ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല, ഇത് കേസിലാണുള്ളത്, അത് കാരണം ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു. പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ടാണ് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞത്. ഇപ്പോൾ പോലീസുകാർ വന്നപ്പോഴാണ് പിന്നെ ഇവിടെ ഇന്നത്തെ ദിവസം കിടക്കാൻ വേണ്ടി സമ്മതിപ്പിച്ചത്.